എന്നാൽ ഇത്തരം വാർത്തകളും ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങളും പുതിയ കപ്പൽ കൂട്ടം വരുന്നു എന്നുള്ള കാര്യവും ഒന്നും ഇറാനെ കുലുക്കുന്നില്ല എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേരിക്കയുടെ ഏത് നീക്കത്തെയും ഇറാൻ കരുതിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാഞ്ചിയിൽ വിരലുകൾ ഉണ്ടെന്ന നേരത്തെയുള്ള പ്രഖ്യാപനം ആവർത്തിക്കുകയാണ് ഇറാൻ സൈനിക നേതൃത്വം ട്രംപിന്റെ പുതിയ ഭീഷണി വന്നതിന് ശേഷവും ചെയ്തിട്ടുള്ളത്. ഭീഷണിക്ക് വഴങ്ങിയുള്ള ഒരു ചർച്ചയ്ക്കും ഇറാൻ ഇല്ല എന്നും അന്തസ്സോടെയുള്ള ചർച്ചകളാണ് ഇറാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകൾക്ക് മാത്രമാണ് ഇറാന് താല്പര്യമെന്നും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും ആവർത്തിക്കുന്നു. അതായത് ട്രംപിന്റെ പുതിയ ഭീഷണിയിലോ റോയിറ്റേഴ്സിന്റെ പുതിയ വാർത്തകളിലോ ഇറാൻ പ്രകോപിതരാകുന്നില്ല എന്ന് വേണം വിലയിരുത്താൻ. പകരം ഇറാൻ ആത്മവിശ്വാസത്തോടെ എന്തിനേയും നേരിടാൻ തയ്യാറാകുന്നു എന്നാണ് ഇറാനെ അടുത്തറിയാവുന്ന യുദ്ധ വിദഗ്ധരെല്ലാം പറയുന്നത്. എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയുടെ കാര്യത്തിൽ തീരുമാനമായി എന്നതും ഇത്തരം സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിലും ആശ്വാസകരമായ കാര്യമാണ്.